പോലീസ് ആസ്ഥാനത്തിന് സമീപത്തു നിന്നും അറസ്റ്റ് ചെയ്തു തടവിലാക്കിയ കെ.എം. ഷാജഹാനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് അമ്മ എൽ തങ്കമ്മ തിരുവനന്തപുരത്തെ വീട്ടിൽ നിരാഹാര സമരം തുടങ്ങിയത്. അവനങ്ങനെ അവിടെ ഒരു കാരണമില്ലാതെ ജയിൽ ശിക്ഷ അനുഭവിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ സുഖമായി ആഹാരം കഴിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിരാഹാരം കിടക്കുകയാണ്. എപ്പോഴോ അവൻ എൻ്റെ അടുത്ത് വരുന്നു, അതുവരെ നിരാഹാരം കിടക്കുകയാണ്. 3 നേതാക്കളെ അകാരണമായി അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ SUCI നടത്തുന്ന സമരവും തുടരുകയാണ്. അതേസമയം വിഷയത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളും നിലപാട് ശക്തമാക്കി. മഹിളാ കോൺഗ്രസ് നേതാക്കളായ ബിന്ദു കൃഷ്ണ, ലതിക സുഭാഷ്, ഷാനിമോൾ ഉസ്മാൻ എന്നിവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. പോലീസ് തിരക്കഥയ്ക്കനുസരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് വളരെ ആസൂത്രിതമായി ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ ഒരു തിരക്കഥയാണ്. പറ്റിപ്പോയ ഒരു തെറ്റ് പറ്റിയപ്പോൾ 1000 തെറ്റ് ചെയ്യുന്ന ഒരു സർക്കാരിനെയും പോലീസിനെയാണ് നമ്മൾ കാണുന്നത്. BJP മാർക്സിസ്റ്റ് ബന്ധത്തിന്റെ സന്തതിയായ ലോക്നാഥ് ബെഹ്റയ്ക്ക് മുഖ്യമന്ത്രി കൊടപിടിക്കുകയാണെന്ന് കെ മുരളീധരനും കുറ്റപ്പെടുത്തി. മാർക്സിസ്റ്റ് BJP സഖ്യം, ആ സഖ്യത്തിന്റെ സന്തതിയാണോ ലോക്നാഥ് ബെഹ്റ? ലോക്നാഥ് ബെഹ്റയെ മാറ്റിയാൽ തന്റെ കസാല ഇളകും എന്ന് പിണറായി വിജയൻ അറിയാം. മഹിജയ്ക്ക് പിന്തുണയുമായി നാളെ BJP നേതാക്കളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ 24 മണിക്കൂർ ഉപവാസ സമരം നടത്തും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.